എൻ്റെ പേര് മരിയ. ഞാൻ കൊല്ലത്തു നിന്ന് വരുന്നു. 2023 മുതൽ അത്ഭുതങ്ങളുടെ ജപമാല അന്തോണിയോസ് മുന്നൻ നൊവേനെ കാണുന്നുണ്ടായിരുന്നു. അതിൽ ആദ്യമായിട്ട് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു, മിഞ്ചി ഇട്ടിട്ടുള്ളവർ മിഞ്ചി മാറ്റി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ ഞാൻ ആ സമയത്ത് മിഞ്ചി മാറ്റിയിരുന്നു. പിന്നെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 3 വർഷമായിരുന്നു. ഞങ്ങൾക്ക് കുട്ടികളാകുന്നില്ല. അപ്പോൾ ഹോസ്പിറ്റലിൽ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഞങ്ങൾ ലേറ്റ് മാരേജ് ആയതുകൊണ്ട് IVF ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു നിർബന്ധിച്ചിരുന്നത്. അങ്ങനെ ഞങ്ങൾ അത്ഭുതങ്ങളുടെ ജപമാല കണ്ട് വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ ഇങ്ങനെ എടുത്തു പറഞ്ഞു, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ, വേറെ ദുസ്വഭാവങ്ങളൊന്നുമില്ലാത്തവർ ഹലാൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. 4 വർഷമായിട്ട് അവർക്ക് കുട്ടികളില്ല. 4 വർഷം അടുപ്പിച്ച് കുട്ടികളില്ല. അപ്പോൾ ഹലാൽ ഭക്ഷണം മാറ്റി പ്രാർത്ഥിച്ച് തേനും വെഞ്ചരിച്ച തേനോ ഒരു കഴിക്കാനും അതെ കഴിക്കുന്നുണ്ടായിരുന്നു ഞാൻ. അങ്ങനെ വിളിച്ചു പറഞ്ഞു. അതെ, അങ്ങനെ ഞങ്ങൾ ഹലാൽ ഭക്ഷണം മാറ്റി. ശരിക്കും ഞങ്ങൾ ശ്രദ്ധിക്കാറേ ഇല്ലായിരുന്ന കാര്യമായിരുന്നു അത്. അങ്ങനെ മാറ്റി ഭക്ഷണത്തിലും ശ്രദ്ധിക്കാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നു. കാരണം IVFന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ ഫോഴ്സ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇവിടെ വന്നു. കൗൺസിലിംഗ് കൂടി ഞങ്ങൾ വരുന്ന, അതായത് 2023 സെപ്റ്റംബർ 24 സെപ്റ്റംബർ 6 ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞങ്ങൾ ചെക്ക് ചെയ്തിട്ടാണ് വന്നത്. ഞങ്ങൾ പോസിറ്റീവ് അല്ല, യൂറിനും ബ്ലഡും ചെക്ക് ചെയ്തിട്ടാണ് വന്നത്. ഞങ്ങൾ ഇവിടെ വന്നു. കൗൺസിലിംഗ് കൂടിയപ്പം ബ്രദർ പറഞ്ഞിരുന്നു, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്, 3 ദിവസത്തിനുള്ളിൽ അതറിയും. ഒരു ടിഷ്യൂവിൽ 2 റെഡ് കളറിൽ മാർക്ക് കാണുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേയിൽ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് വീക്ക്ലി പോസിറ്റീവ് ആയിരുന്നു. അങ്ങനെ 3 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോഴേക്കും സ്ട്രോങ്ലി പോസിറ്റീവ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരു കുഴപ്പവുമില്ലാതെ പൂർണ്ണ വളർച്ചയിലെത്തിയ ആരോഗ്യമുള്ള ഒരു ആൺകുഞ്ഞിനെ ഈശോ തന്ന് ഞങ്ങൾ അനുഗ്രഹിച്ചു. അടിച്ചു നോക്കി നന്ദി പറഞ്ഞാൽ നല്ലൊരു കൈയടി കൊടുക്കാം. കണ്ടോ, വലിയൊരു അനുഗ്രഹമാണ് ഈ വാൾക്ക് ദൈവം കൊടുത്തിരിക്കുക. കണ്ടോ, എന്തൊരു വലിയ സാക്ഷിയാണല്ലോ നമ്മൾ കേട്ടത്. അടുത്തത് എൻ്റെ ബ്രദറിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ബ്രദറിന് കയ്യിൽ മരവിപ്പുണ്ട്. 3 മാസമായിട്ട് ആൾ മാൾട്ടയിലാണ് വർക്ക് ചെയ്യുന്നത്. മരവിപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. ജോലി വരെ നിർത്തേണ്ട അവസ്ഥയായിരുന്നു. 2 കൈയും. അങ്ങനെ അച്ഛൻ, ഞാനിതുപോലെ അത്ഭുതങ്ങളുടെ ജപമാലയിൽ കൂടി പ്രാർത്ഥിച്ചു. ആൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു. അച്ഛന് അതിൽ മെസ്സേജായിട്ട് പറഞ്ഞു, മാൾട്ടയിൽ ഉള്ള ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഈശോ കേൾക്കുന്നുണ്ട്. ആളുടെ കൈ സംബന്ധമായ രോഗം മാറുന്നു. അതേ ദിവസം തന്നെ ആളുടെ അസുഖം മാറി. നെക്സ്റ്റ് ഡേയിൽ ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ എന്നോട് പറയുന്ന, അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് മറന്നേ പോയിന്ന്. സെയിം തന്നെ ആൾക്ക് കയ്യിൽ ഒരു ഇച്ചിങ് വന്നു. ഇച്ചിങ് എന്ന് വെച്ചാൽ ഭയങ്കര ഇച്ചിങ് ആയി. എന്നിട്ട് റൗണ്ടായിട്ട് റെഡ്നെസ് ആയിട്ട് അത് ഫോം ചെയ്യും. എന്നിട്ട് ആൾക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. സെയിം അച്ഛൻ വേറൊരു അത്ഭുതങ്ങളുടെ ജപമാലയിൽ ഇതുപോലെ പറഞ്ഞു, മാൾട്ടയിലുള്ള ഒരാൾക്ക് സൗഖ്യം കിട്ടുന്നു, ആളുടെ കയ്യിലെ ബുദ്ധിമുട്ട് മാറുന്നു. അതും അതുപോലെ തന്നെ നന്ദി പറയാട്ടെ. വലിയ സാക്ഷിയാണ് കേട്ടോ. നമ്മളൊരു കർത്താവ് തന്ന ശക്തമായ സന്ദേശം, കാലിലെ മിഞ്ചി ഊരി മാറ്റുക. കണ്ടോ, അപ്പോൾ അത് തടസ്സം കൊണ്ടുവരുന്നത് ഒരുപാട് പ്രാവശ്യം നമ്മൾ ഇവിടുന്ന് പറയുന്നൊരു കാര്യമാണ്. അപ്പോൾ ഇത് അതിൻ്റെ ഒരു വലിയൊരു സാക്ഷിയാണ്. കുഞ്ഞുങ്ങളില്ല, 3 വർഷം 4 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ല. അപ്പോൾ ഈ അത്ഭുതമാരെ വിളിച്ചു പറയാം, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ കാണിക്കുന്ന അവർ മിഞ്ചി ഉരി മാറ്റുക. ഉണ്ടോ, മിഞ്ചി ഉരി മാറ്റി. ഒപ്പം തന്നെ വീണ്ടും അതിൽ തന്നെ പറഞ്ഞു, ഈ ഇങ്ങനെയുള്ള ഹലാൽ ഭക്ഷണം, വിഗ്രഹാർപ്പിത ഭക്ഷണത്തിലൂടെ തിന്മ വരുന്നുണ്ട്. ഇവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ മറ്റൊരു കാരണം, അവർ ഒരുപാട് ഹലാൽ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത് ഒഴിവാക്കി, പരമാവധി അതൊക്കെ ഒഴിവാക്കി വെഞ്ചരിച്ച തേനൊരു ഓയിലൊക്കെ കഴിക്കുക. 2 മാസത്തെ അല്ലെങ്കിൽ 1 മാസമൊക്കെ കഴിക്കുമ്പോൾ ഒക്കെ ശരിയായിക്കോളും. അതുപോലെ തന്നെ അവർ പറഞ്ഞ പോലെയൊക്കെ കൃത്യമായിട്ട് ചെയ്തു. അതാണ് ദൈവം പറയുന്നു, അവൻ ജീവിക്കുന്നു. അവർ ദൈവം എന്ത് അത്ഭുതമാലൂടെ പറഞ്ഞോ അതുപോലെ അവർ പ്രവർത്തിച്ചപ്പോൾ നല്ലൊരു ആരോഗ്യമുള്ള കുഞ്ഞിനെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു.